കൊല്ലം ആശ്രമ മൈതാനത്ത് ഓണാഘോഷം കാണാൻ പോയതാണ്. ചെന്നപ്പോൾ തന്നെ ആശ്രമ മൈതാനം മുഴുവൻ വണ്ടികൾ നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അപ്പോൾ തന്നെ തിരക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സർറിയൽ വാട്ടർഫാൾ കാണാൻ തീരുമാനിച്ചു. ഒരാൾക്ക് വരുന്ന എൻട്രി ടിക്കറ്റ് 200 രൂപയാണ്. അപ്പോൾ പോലീസിൻ്റെയും സംഘാടകരുടെയും പിടിപ്പുകേട് കാരണം തിരക്കിൻ്റെ ക്യൂ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഉണ്ട്. കാരണം കയ്യൂക്കുള്ളവന്മാർ ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ തിരക്ക് കാരണം ടിക്കറ്റ് അപ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള രുചിപ്പെരുമ എന്ന് പറയുന്ന പരിപാടിക്ക് കയറി. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു എക്സിബിഷൻ കാണുന്ന. 30 രൂപയായിരുന്നു അതിൻ്റെ എൻട്രി ടിക്കറ്റ്. ഫുഡൊക്കെ വളരെ മോശം, ആരും ട്രൈ ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ട് നമുക്ക് സർറിയൽ വാട്ടർഫാളിൻ്റെ ടിക്കറ്റ് കിട്ടി. അപ്പോഴും നീണ്ട ക്യൂ പിന്നെയും കിടപ്പുണ്ട്. ഇത് കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാരന്മാർ വായി നോക്കി നിൽക്കുന്ന കാരണം കയ്യൊക്കെ ഉള്ളവന്മാർ അവിടെ ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കുന്നു. അതുപോലെ കയറാൻ നേരത്ത് ഭയങ്കര ഇടിയാണ്. ഇനി അകത്ത് ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, അത്രയ്ക്ക് റഷായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട പോലെ ഒന്നും എൻജോയ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേഡ്സിൻ്റെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും തിരക്ക് തന്നെ. ഇത് ശരിക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജാഥയിൽ പോകുന്ന കണക്കിനായിരുന്നു. കാരണം ആൾക്കാരിങ്ങനെ പതിയെ പതിയെ അനങ്ങി പോകുന്ന കാരണം ഒന്ന് എൻജോയ് ചെയ്യാനോ ഓരോ ഷോപ്പിലും കയറി ഓരോ സാധനങ്ങൾ നോക്കാനോ ഒന്നിനും പറ്റിയില്ല. വളരെ മോശം ഒരു അനുഭവമായിരുന്നു. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നവരായിരുന്നു ഏറെ. അവരൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പോലീസുകാരൊക്കെ കുറച്ചുകൂടെ ആർജവത്തോടെ ക്യൂ ഒക്കെ നിയന്ത്രിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതൊരു പരിധിവരെ കുറയ്ക്കായിരുന്നു. സംഘാടകരും വളരെ മോശമായിരുന്നു.